ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 3ാം ക്ലാസ്സിൻ്റെ മാത്സ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. യൂണിറ്റ് 2 നമ്പേഴ്സ് ആർ അവർ ഫ്രണ്ട്സ്. അപ്പോൾ യൂണിറ്റ് 2 നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത്? നമ്പേഴ്സിനെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. നമ്പേഴ്സ് ആർ അവർ ഫ്രണ്ട്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കി നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് ഈ യൂണിറ്റിൽ പഠിക്കാൻ പോകുന്നത് എന്ന്. ഫിൽ ദ സെൽസ്. അപ്പോൾ ആദ്യം എന്താ, കുറച്ച് ഫില്ല് ചെയ്യാനാണ്. എ ഗെയിം വിത്ത് ടോക്കൺസ്. ഫിൽ ദ സെൽസ് വിത്ത് ടോക്കൺസ് നമ്പർ ഫ്രം 1 to 100. മിൻഹ ആൻഡ് ഫ്രണ്ട്സ് ആർ പ്ലേയിങ് ദിസ് ഗെയിം. യു ക്യാൻ ഓൾസോ പ്ലേ ഇറ്റ്. യുവർ ടീച്ചർ ഓൾസോ ഹെൽപ്പ് യു. അപ്പോൾ എന്താണ്, മിൻഹയുടെ ഫ്രണ്ട്സും കൂടെ ഒരു ഗെയിം കളിക്കുകയാണ്. അപ്പോൾ അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്താണ്, 1 2 3 4 5 6 7 8 9, ഇവിടെ 11. അപ്പോൾ ഇനി നമ്മൾ എഴുതണം, ഇവിടെ ബാക്കി നമ്പേഴ്സ് എഴുതി പോവുക. എത്ര വരെ എഴുതണം? 100 വരെ. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു ഗെയിമാണ് മിൻഹ കളിക്കുന്നത്. 1 2 3 4 5 6 7 8 9 10 11. അപ്പം ഇനി അടുത്തത് ഏതാ വരിക? 12 വരും. ദെൻ 13 വരും, 14 വരും, 15 വരും, 16 വരും, 70 80 90 20. അപ്പോൾ 20 കഴിഞ്ഞാൽ പിന്നെ 21 അവർ തന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ 22 മുതൽ എഴുതി പോവുക. ഇങ്ങനെ എഴുതി ഇവിടെ എത്ര കിട്ടും? ഇവിടെ 13 കിട്ടും, ഇവിടെ 31 കിട്ടും. ഇങ്ങനെ എഴുതി 32 33 34 35 36 37 38 39, ഇവിടെ 40 കിട്ടും. ഇവിടെയോ, ഇവിടെ 41 കിട്ടും. then എഴുതിപ്പോയി ഇവിടെ 15 കിട്ടും. അങ്ങനെ എഴുതി ഇത് കംപ്ലീറ്റ് ആക്കുക. ഇവിടെ 19 കിട്ടും, ഇവിടെ 91 92 93 94 95 96 97 98 99 and 100. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എഴുതി പോകണം. വിൽ യു പുട്ട് ടോക്കൺ 65. അപ്പോൾ നമ്മളിങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് 65 ഒക്കെ കിട്ടും. അപ്പോൾ എവിടെയാണ് കൂട്ടുകാർക്ക് കിട്ടിയെന്ന് നോക്കുക. ഹൗ ഡിഡ് യു ഫൈൻഡ് ഇറ്റ് ഔട്ട്? അപ്പോൾ എങ്ങനെയാണ് കൂട്ടുകാർക്ക് ഇത് കിട്ടിയത്? സിമ്പിളാണ്. ഇതിങ്ങനെ എഴുതി പോയാൽ നമുക്ക് കിട്ടും. Put the tokens from 1 to 100 in the correct places. What is the connection between the numbers in the yellow cell? അപ്പോൾ എന്താണ്, അപ്പോൾ നമുക്ക് എന്താണ്, ഇത് കംപ്ലീറ്റ് ആക്കിയാൽ ഈ യെല്ലോ സെല്ലിൽ ഒരു നമ്പർ കിട്ടും, നമ്പേഴ്സ് കിട്ടും. ഇവിടെ 22 അപ്പോൾ ഇവിടെ 23 കിട്ടും. 31 കഴിഞ്ഞാൽ 32 33 34 കിട്ടും. അങ്ങനെ ചെയ്ത് പോയാൽ നമുക്കൊരു നമ്പേഴ്സ്, ഒരു പാറ്റേൺ കിട്ടും. ഇനി അതുപോലെ വേറെ ഏതെങ്കിലും പാറ്റേൺ ഉണ്ടെങ്കിൽ കൂട്ടുകാർ കണ്ടുപിടിച്ച് കളർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് സിമ്പിളായിട്ടുള്ളൊരു ഗെയിമാണ്. 1 മുതൽ 100 വരെ ചുമ്മാ എഴുതി നോക്കിയാൽ മതി. ഓക്കെ, ഇനി അടുത്തത് എന്താണെന്ന് നോക്കി നോക്കാം. ഇനി അടുത്തത് എന്താ? സ്കൂൾ സ്റ്റോർ. അപ്പോൾ നമുക്ക് നോക്കിയാക്കാം പ്രൈസ് ലിസ്റ്റ്. അപ്പോൾ ഒരു സ്കൂൾ സ്റ്റോറിലത്തെ പ്രൈസ് ലിസ്റ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്താണ്, ക്രയോണിന് 25 രൂപയാണ്, പെന്നിന് 20 രൂപ, സ്കെച്ച് പെന്നിന് 40 രൂപ, നോട്ട്ബുക്കിന് 60 രൂപ, മാർക്കറിന് 75, സ്കെയിലിന് 25, ബ്രൗൺ പേപ്പറിന് 25. അപ്പോൾ അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. മിൻഹ ബോട്ട് തിങ്സ് വർത്ത് 100. അപ്പോൾ മിൻഹ എത്ര രൂപയുടെയാണ്? 100 രൂപയുടെ സാധനങ്ങൾ മേടിച്ചു. വാട്ട് കുഡ് ഷി ഹാവ് ബ്രോട്ട്? അപ്പോൾ 100 രൂപയ്ക്ക് മിൻഹക്ക് എന്തൊക്കെ മേടിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടാവും? അപ്പോൾ എന്താ, ടോട്ടൽ ചെയ്താൽ നമുക്ക് 100 കിട്ടണം. അപ്പോൾ നമുക്ക് എന്തൊക്കെ മേടിക്കാനായിട്ട് പറ്റും? ഒരു സ്കെച്ച് പെന്നും ഒരു നോട്ട്ബുക്കും കൂടെ നമുക്ക് മേടിക്കാം. ഇവിടെ നോട്ട്ബുക്ക്, ഒരു സ്കെച്ച് പെന്നും ഒരു നോട്ട്ബുക്കും. അപ്പോൾ എത്രയായി? അപ്പോൾ സ്കെച്ച് പെന്നിന് 40 രൂപ, നോട്ട്ബുക്കിന് 60 രൂപ. അപ്പോൾ നമ്മൾ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 0 0 6 കഴിഞ്ഞാൽ 7 8 9 10. എത്ര രൂപ കിട്ടി? 100. അപ്പോൾ നമുക്ക് 100 രൂപക്ക് ഇങ്ങനെ മേടിക്കാനായിട്ട് പറ്റും. ഇനി വേറൊരു രീതിയിൽ നമുക്ക് എങ്ങനെ മേടിക്കാൻ പറ്റും? ഇനി വാട്ട് മൈ ഫ്രണ്ട് കാൽക്കുലേറ്റഡ്, അതായത് 100 രൂപയ്ക്ക് വേറൊരു രീതിയിൽ നമുക്ക് എങ്ങനെ മേടിക്കാൻ പറ്റും? ഒരു ക്രയോണ്
ഒരു ക്രയോണും മേടിക്കുക, ദെൻ ഒരു മാർക്കറും മേടിക്കുക. ഒരു ക്രയോണും ഒരു മാർക്കറും. അപ്പോൾ ക്രയോണിന് വില എത്രയാണ്? 25 രൂപ. 25 പ്ലസ് മാർക്കറിന് എത്രയാണ്? 75 രൂപ. അപ്പോൾ ഇത് കൂട്ടുമ്പോൾ 5 + 5 10 എന്ന് കിട്ടും. 0 ഇവിടെ ഇട്ടു, ബാക്കി 1 മേലെ നമ്മൾ ഇട്ടു. 2 7 കഴിഞ്ഞാൽ 8 9 10. അപ്പോൾ നമുക്ക് എത്രയാണ്? 100 കിട്ടി. അപ്പോൾ ഇങ്ങനെ നമുക്ക് മേടിക്കാം. ഇനി വേറൊരു മെത്തേഡ് എന്താ? ഇനി വേറെ രീതിയിൽ ഇനി നമുക്ക് 100 റുപ്പീസിൽ നമുക്ക് വേറെ എങ്ങനെയൊക്കെ മേടിക്കാൻ പറ്റും? നമുക്ക് നോക്കി നോക്കാം. ഒരു മാർക്കർ മേടിക്കാം. അപ്പോൾ മാർക്കറിന് 75 രൂപയാണ്. ഒരു മാർക്കർ മേടിക്കാം. പിന്നെ നമുക്ക് എന്താ? ഒരു ബ്രൗൺ പേപ്പറും മേടിക്കാം. അപ്പോൾ ബ്രൗൺ പേപ്പറിന് വില 25 രൂപ. അപ്പോൾ 75 പ്ലസ് 25 100 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഇങ്ങനെ പല വിധത്തിലും 100 രൂപക്ക് നമുക്ക് സാധനങ്ങൾ മേടിക്കാം. ഓക്കെ, ഒരു സ്കെച്ച് പെന്നിന് 40 രൂപ, നോട്ട്ബുക്കിന് 60 രൂപ. അപ്പോൾ രണ്ടും കൂടി നമുക്ക് 100 രൂപ കിട്ടും. ദെൻ അടുത്തത് എന്താ പറയുന്നത്? അടുത്തത് ക്രയോണിന് 25 രൂപയാണ്, മാർക്കറിന് പാക്കറ്റിന് 75 രൂപ. അങ്ങനെ നമുക്ക് 100 രൂപക്ക് മേടിക്കാം. പിന്നെ ഇനി അടുത്തത് മാർക്കറും ബ്രൗൺ പേപ്പറും നമുക്ക് 100 രൂപയ്ക്ക് മേടിക്കാം. അപ്പോൾ ഈ സാധനങ്ങളെല്ലാം ആർക്ക് മേടിക്കാനായിട്ട് പറ്റും? മിൻഹയ്ക്ക് മേടിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി അടുത്തത് എന്താ? പെൻസിൽ കമ്പനി. അപ്പോൾ പെൻസിൽ കമ്പനി എന്താ പറയുന്നത് നോക്കി നോക്കാം. മിൻഹാസ് ഫാദർ ഹാസ് എ പെൻസിൽ കമ്പനി. അപ്പോൾ മിൻഹൻ്റെ ഉപ്പാക്ക് എന്താണ്? ഒരു പെൻസിൽ കമ്പനിയാണ്. 10 പെൻസിൽസ് ആർ ടു ബി പുട്ട് ഇൻ ഈച്ച് പാക്കറ്റ്. അപ്പോൾ ഒരു പാക്കറ്റിൽ എത്ര പെൻസിലാണ്? 10 പെൻസിൽ. ഒരു പാക്കറ്റിൻ്റെ ഉള്ളിൽ, ഇങ്ങനത്തെ ഒരു പാക്കറ്റിൻ്റെ ഉള്ളിൽ 10 പെൻസിലാണ്. ആൻഡ് 10 പാക്കറ്റ്സ് ആർ ഇൻ ബോക്സ്. അപ്പോൾ ഒരു വലിയ ബോക്സിൽ 10 പാക്കറ്റ്സും ഉണ്ടായിരിക്കും. അതിൽ ഒരു പാക്കറ്റിൽ 10 പെൻസിലും ഉണ്ടായിരിക്കും. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ? നമ്പർ ഓഫ് പെൻസിൽ ഇൻ എ പാക്കറ്റ്. ഒരു പാക്കറ്റിൽ എത്ര പെൻസിലുണ്ട്? നമ്മൾ പറഞ്ഞു ഒരു പാക്കറ്റിൽ 10 പെൻസിലാണ്. നമ്പർ ഓഫ് പാക്കറ്റ്സ് ഇൻ എ ബോക്സ്. അപ്പോൾ ഒരു ബോക്സിൽ എത്ര എണ്ണമാണ്? ഒരു ബോക്സിൽ 10 പെട്ടി പെൻസിൽ ഉണ്ടായിരിക്കും. ഇനി ടോട്ടൽ നമ്പർ ഓഫ് പെൻസിൽസ് ഇൻ എ ബോക്സ്. അപ്പോൾ ഒരു ബോക്സിൽ ടോട്ടൽ നമ്പർ ഓഫ് പെൻസിൽസ് എത്രയായിരിക്കും? നമുക്കറിയാം 10 ബോക്സ് ഉണ്ട്. 10 ബോക്സിൽ ഒരു ബോക്സിൽ 10 പെൻസിൽ വീതമുണ്ട്. അപ്പോൾ എന്താണ്? 10 പ്ലസ് എത്ര വട്ടം വരും? 10 പെൻസിൽ ഓരോ ബോക്സിലും ഉണ്ട്. 10 ബോക്സ് വീതമുണ്ട്. അപ്പോൾ 10 പ്ലസ് 10 പ്ലസ് 10 പ്ലസ് 10 പ്ലസ് 10 പ്ലസ് 10 പ്ലസ് 10 1 2 3 4 5 6 7 8 9 10 പ്രാവശ്യം 10 നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആഡ് ചെയ്യണം. അതായത് ഒരു പെട്ടിയാണ്, ഒരു പെട്ടിയിൽ 10 ബോക്സസ് ഉണ്ട്. ഓരോ ബോക്സിലും 10 പെൻസിൽ വീതമുണ്ട്. അപ്പോൾ 10 നമ്മൾ 10 പ്രാവശ്യം ആഡ് ചെയ്താലാണ് അതിലെ നമ്പർ ഓഫ് പെൻസിൽസ് കിട്ടുള്ളൂ. അപ്പോൾ 10 അതിൽ 1 2 3 4 5 6 7 8 9 10. അപ്പോൾ 10 പ്രാവശ്യം ആഡ് ചെയ്താൽ ഇവിടെ 0 കിട്ടും. എത്ര ഒന്നുണ്ട്? 1 2 3 4 5 6 7 8 9 10. അപ്പോൾ ഒരു ബോക്സിൽ എത്ര പെൻസിൽസ് ഉണ്ട്? 100 പെൻസിൽസ് ഉണ്ട്. ഓക്കെ, ഇനി അടുത്തത് എന്താ? സി ഹൗ ദ പെൻസിൽസ് ആർ ബോക്സ്ഡ്. റൈറ്റ് ദ നമ്പർ ഓഫ് പെൻസിൽസ് ഇൻ ദ എംപ്റ്റി സെൽസ് ഇൻ ദ ടേബിൾ ബിലോ. അപ്പോൾ ഒരു ബോക്സിൽ എത്ര പെൻസിലുണ്ട് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഇതിലെന്താ? ഇതൊരു ബോക്സാണ്. നമ്മൾ പറഞ്ഞു ഒരു ബോക്സിൽ എത്രയാണ്? ഒരു ബോക്സിൽ 100 പെൻസിൽസ് ഉണ്ട്. ഇതൊരു ബോക്സാണ്. ഒരു ബോക്സിൽ നമ്മൾ പറഞ്ഞു 100 പെൻസിൽസ് ആണെന്ന്. അപ്പോൾ ഒരു ബോക്സിൽ എത്രയാണ്? 100. ഇനി അടുത്തത് എത്ര? 2 ബോക്സ് ഉണ്ട് അല്ലേ? അപ്പോൾ ഇവിടെയും 100 വരും, ഇവിടെയും 100 വരും. അപ്പോൾ 2 100, ഒരു 100 വരും, പിന്നെ ഒരു 100 കൂടിയും വരും. അപ്പോൾ 2 100 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 200. അപ്പോൾ രണ്ടാമത്തേൽ 200 വരും. ഇനി അടുത്തതിലോ 1 2 3 4 5. അപ്പോൾ എത്രയാണ്? 500 പെൻസിൽസ് വരും.
ഇനി അടുത്തതിലോ 1 2 3 4. അപ്പോൾ എത്രയാണ്? 400. 4 എണ്ണയാണ്. അപ്പോൾ 4 പ്രാവശ്യം നമ്മൾ 100 ആഡ് ചെയ്യണം. 100 പ്ലസ് 100 പ്ലസ് 100 പ്ലസ് 100. ഓക്കെ. ഇനി അടുത്തതിൽ 1 2 3 4 5 6. 6 എണ്ണം വരുമ്പോൾ എത്രയാണ്? 600. ഇനി അടുത്തതിലോ 1 2 3. അപ്പോൾ എത്രയാണ്? 300. ഇനി അടുത്തതിൽ നോക്കൂ, 1 2 3 4 5 6 7 8. ഇതിലും 100 എണ്ണം, ഇതിലും 100 എണ്ണം, 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 അങ്ങനെ 8 100 ഉണ്ട്. അപ്പോൾ എത്രയാണ്? 800. ഇനി അടുത്തതിലോ 1 2 3 4 5 6 7. അപ്പോൾ എത്രയാണ്? 700. ഇനി അടുത്തതിൽ 1 2 3 4 5 6 7 8 9. അപ്പോൾ എത്രയാണ്? 900. ഇനി എന്താ? ഹൗ മെനി പെൻസിൽസ് വുഡ് ബി ദർ ഇൻ 10 ബോക്സസ്? 10 ബോക്സിൽ എത്ര ഉണ്ടായിരിക്കും? അപ്പോൾ ഒരു ബോക്സിൽ 1 ആണ്, 2 ബോക്സിൽ 2 ആണ്, 8 ബോക്സിൽ 8 ആണ്, 800 ആണ്. ദെൻ 9 ബോക്സിൽ എത്രയാണ്? 900 ആണ്. അങ്ങനെയാണെങ്കിൽ 10 ബോക്സിൽ എത്രയായിരിക്കും? 10. ദെൻ 2 0. അപ്പോൾ എത്രയാണ്? 1000. ഇത് വരുമ്പോൾ 1 2 0, 2 വരുമ്പോൾ 2 2 0, 5 വരുമ്പോൾ 5 2 0. അപ്പോൾ 10 വരുമ്പോൾ 10 2 0. 10 2 0 എന്ന് പറഞ്ഞാൽ അത് എത്രയാണ്? 1000. ഓക്കെ. അപ്പോൾ അതിങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി അടുത്തത് എന്താ? മെയിൻമാ സ്റ്റോർ. അപ്പോൾ നോക്കി വെക്കാം. മെയിൻമാ സ്റ്റോർ വാണ്ട്സ് 1000 പെൻസിൽസ്. അപ്പം മെയിൻമാ സ്റ്റോറിന് 1000 പെൻസിൽസ് വേണം. മിൻഹ ആൻഡ് ഹർ ഫാദർ packed 2 bags with the same number of boxes in each. How many pencils were there in each bag? അപ്പം അപ്പോൾ നോക്കി വെക്കാം. മെയിൻമാ സ്റ്റോറിന് എത്ര പെൻസിലാണ്? 1000 പെൻസിൽ വേണം. 1000. അപ്പോൾ 2 ബോക്സിലാക്കി ആര്? മിൻഹയുടെ ഫാദറും കൂടിയിട്ട്. ഇതിൽ രണ്ടിലും സെയിം എമൗണ്ട് ആണ്. സോറി. ഓക്കെ. അപ്പോൾ 1000 എണ്ണം ഉണ്ട്. അത് നമുക്ക് 2 ബോക്സിലും ഈക്വലായിട്ട് കൊടുക്കണം. അപ്പോൾ ഒരു ബോക്സിൽ എത്രയാണ് വരിക? ഒരു ബോക്സിൽ 500 വരും, മറ്റേ ബോക്സിൽ 500 വരും. അതായത് എന്താ? 1000 എന്ന് പറഞ്ഞാൽ 500 പ്ലസ് 500 ആണ് എന്ത്? 1000. 0 0 0 0 0 0. 5 പ്ലസ് 5 10. അപ്പോൾ 10 എന്ന് പറഞ്ഞാൽ ഇതാണ് എന്ത്? 1000. അപ്പോൾ ഓരോ ബാഗിലും എത്ര എണ്ണം വരും? 500ഉം 500ഉം. അപ്പോഴാണ് നമുക്ക് എത്ര കിട്ടുക? 1000 കിട്ടുള്ളൂ. ഓക്കെ. ഇനി ഹൗ മെനി പെൻസിൽസ് ഇൻ ഈച്ച് ബാഗ് നോക്കി നോക്കാം. ഇതിൽ എത്ര? 300 പെൻസിലും ഉണ്ട്, 700 പെൻസിലും ഉണ്ട്. അപ്പോൾ 300 പ്ലസ് 700 നമുക്ക് ചെയ്ത് നോക്കാം. 300 പ്ലസ് 700. അപ്പോൾ 0 0 0 0 0 0. 7 കഴിഞ്ഞാൽ 8 9 10. അപ്പോൾ എത്രയാണ്? 1000. അപ്പോൾ ഇനി അടുത്തതിലോ? അടുത്തതിൽ 100 എന്ന് തന്നിട്ടുണ്ടല്ലേ? 100 തന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കി ഇവിടെ എത്രയായിരിക്കും? അത് ടോട്ടൽ 1000 ആണ്. അപ്പോൾ ഇവിടെ എത്ര വരും? 900. ഓക്കെ. അപ്പോൾ അത് ഇവിടെ എഴുതി കൊടുക്കുക. അതായത് 1000 100 പ്ലസ് 900 ചെയ്താലാണ് നമുക്ക് 1000 കിട്ടുള്ളൂ. ഇനി അടുത്തതിൽ 1000 തന്നിട്ടുണ്ട്. 2 എണ്ണത്തിലും കണക്കൊന്നും കൊടുത്തിട്ടില്ല അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? അപ്പോൾ നമുക്ക് എന്തെഴുതാൻ പറ്റും? എങ്ങനെ വേലും ചെയ്യാൻ പറ്റും? എന്താ? 200 പ്ലസ് 800 കൊടുത്തു നോക്കാം. അപ്പോൾ എത്ര? 200 പ്ലസ് 800 ചെയ്ത് നോക്കാം. 0 0 8 2 8 9 10. ഓക്കെ. ഇനി അടുത്തതിൽ നമുക്ക് ഇതുപോലെ 400 പ്ലസ് 600 കൊടുക്കാം. 400 പ്ലസ് 600 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0 0 6 4 6 7 8 9 10. ഓക്കെ. അപ്പോൾ നമുക്ക് 1000 കിട്ടും. ഈ 1000 കിട്ടി. അപ്പോൾ ഇങ്ങനെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ. ഇനി അടുത്തത് എന്താ?
Nanma store. They gave 800 pencils to Nanma store in 2 bags. How many pencils in each bags? അപ്പോൾ അവർ എന്ത് ചെയ്തു? 800 ടോട്ടൽ 800 ആണ് പെൻസിൽ. അപ്പോൾ അത് 2 ബാഗിലായിട്ട് കൊടുത്തു. 2 ബാഗും ഈക്വൽ ഒന്നല്ല. അപ്പോൾ ഒന്നിൽ എത്രയാണ്? ഒന്നിൽ 400ഉം അടുത്തതിൽ 400ഉം. അപ്പോൾ 400 + 400 ചെയ്ത് നമുക്ക് 800 കിട്ടും. ഇനി അടുത്തതിൽ ഒന്നിൽ 100 അപ്പോൾ 100ൻ്റെ കൂടെ പിന്നെ എത്ര കൂട്ടിയാലാണ് 800 കിട്ടുക? 100ൻ്റെ കൂടെ 700 കൂട്ടിയാലാണ്. 100 + 700 കൂട്ടിയാൽ നമുക്ക് 800 കിട്ടും. ചെയ്ത് നോക്കുക. ഇനി നമുക്ക് 800 എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും? നമുക്ക് 200ൻ്റെ കൂടെ 600 കൂട്ടിയാൽ നമുക്ക് 800 കിട്ടും. 200ൻ്റെ കൂടെ 200 + 600 ചെയ്താൽ നമുക്ക് 0 0 6 കഴിഞ്ഞാൽ 7 8 800 കിട്ടും. ഇനി അടുത്തതിൽ നമുക്ക് 300ഉം അതുപോലെ തന്നെ 500ഉം കൊടുക്കാം. 300 ചെയ്ത് നോക്കാം. 300 + 500 0 0 8 5 കഴിഞ്ഞാൽ 6 7 8 അപ്പോൾ നമുക്ക് 800 കിട്ടി. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ രീതിയിലൊക്കെ 800 ആക്കാനായിട്ട് പറ്റും. ഓക്കെ. ഇനി അടുത്തത് സ്പ്ലിറ്റ് ഇൻറ്റു ഹൺഡ്രഡ്സ്. അപ്പോൾ 100ലേക്ക് സ്പ്ലിറ്റ് ആക്കാനാണ്. അപ്പോൾ ആദ്യത്തേൽ ഒരു 700 തന്നിട്ടുണ്ട്. അപ്പോൾ 700 നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 300 + 400 കിട്ടും. 400 കഴിഞ്ഞാൽ 300 400 കഴിഞ്ഞാൽ 500 600 700 കിട്ടും നമുക്ക്. അപ്പോൾ ഇനി വേറൊരു രീതിയിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? നമുക്ക് എങ്ങനെ എഴുതാം? 100 + 600 എന്ന് എഴുതാം. അപ്പോൾ ചെയ്ത് നോക്കാം. 100 + 600 6 കഴിഞ്ഞാൽ 7 കിട്ടും. ഇനി അടുത്തത് നമുക്ക് 500 + 200 ചെയ്യാം. 500 + 200 അപ്പോൾ നമ്മളിവിടെ ചെയ്ത് നോക്കുക. 500 + 200 0 0 0 5 6 7 700 കിട്ടി. അപ്പോൾ ഈ രീതിയിലൊക്കെ നമുക്ക് 700 കിട്ടും. ഇനി അതുപോലെ നമുക്ക് 900 നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് പറ്റും? നമുക്ക് 100 + 800 അങ്ങനെ എഴുതാം. പിന്നെ വേറൊരു രീതിയിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 200 + 700 എന്ന് എഴുതാൻ പറ്റും. പിന്നെ നമുക്ക് 400 + 500 എന്ന് എഴുതാം. പിന്നെ നമുക്ക് 300 + 600 എന്നും എഴുതാം. അപ്പോൾ ഇതൊക്കെ കറക്റ്റ് ആണോ നോക്കി വെക്കാം. നമുക്ക് ഒരെണ്ണം നോക്കി വെക്കാം. 300 + 600 0 0 കിട്ടി. 0 0 0 കിട്ടി. 6ൻ്റെ കൂടെ 3 കൂട്ടിയ 6 കഴിഞ്ഞാൽ 7 8 9 അപ്പോൾ നമുക്ക് കിട്ടി. ഓക്കെ. ഇനി അടുത്തത് നോക്കി നോക്കാം. 400ൻ്റെ കൂടെ 500 കൂട്ടി വെക്കാം. 5 കഴിഞ്ഞാൽ 6 7 8 9 ഓക്കെ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇത് കിട്ടുന്നുണ്ട്. ഇനി നെക്സ്റ്റ് 600 ആണ്. 600 നോക്കി വെക്കാം. 600 നമുക്ക് എങ്ങനെയൊക്കെ എഴുതാൻ പറ്റും? 600 നമുക്ക് 100 + 600 അല്ലേ 100 + 500 എന്ന് എഴുതാനായിട്ട് പറ്റും. അതുപോലെ 200 + 400 എന്ന് എഴുതാൻ പറ്റും. ദെൻ 300 + 300 എന്നും എഴുതാൻ പറ്റും. അപ്പോൾ ഇത് നോക്കി നോക്കാം. 500ൻ്റെ കൂടെ 100 കൂട്ടി നോക്കാം. 0 0 5 കഴിഞ്ഞാൽ 6 അപ്പോൾ നമുക്കിത് കിട്ടി. അതുപോലെ ഇതെല്ലാതും ചെയ്ത് നോക്കിയാൽ നമുക്ക് എത്ര കിട്ടും? 600 കിട്ടും. ഇനി ഈക്വൽ സ്പ്ലിറ്റ്. അപ്പോൾ ഈക്വൽ സ്പ്ലിറ്റ് എന്താണെന്ന് നോക്കി നോക്കാം. 100 + 100 100 + 100 എത്രയാണ്? 100ൻ്റെ കൂടെ നമുക്ക് ചെയ്ത് നോക്കാം. 100 + 100 എത്രയാണ്? 0 0 200 ഓക്കെ. ഇനി 500ൻ്റെ സ്പ്ലിറ്റ് ഈക്വൽ സ്പ്ലിറ്റാണ്. അപ്പോൾ ഇവിടെ 250 വരുമ്പോൾ ഇവിടെ എത്രയായിരിക്കും? 250 വരും. ഇനി 300 + 300 300 + 300 എത്രയാണ്? 600 ആണ്.
ഇനി 700 നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? 700 നമുക്ക് 350 പ്ലസ് 350 ചെയ്ത് നോക്കുക. 0 0. ദെൻ 5 5ഉം 5 പ്ലസ് 5 10 ബാക്കി ഒന്ന് മേലെ 3 4 3 കഴിഞ്ഞാൽ 6 3 3 6 7 700 കിട്ടി. അപ്പോൾ ഇവിടെ എത്രയാണ്? 350 പ്ലസ് 350. ഇനി 900ൻ്റെ എത്ര വരും? 450 പ്ലസ് 450 എന്ന് വരും. ഓക്കെ. ഇനി അടുത്തത് എന്താ? മിസ്റ്റേക്ക്. അപ്പോൾ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്താ നോക്കി നോക്കാം. മിൻഹ വാസ് ആസ്ക്ഡ് ടു പാക്ക്. എത്രയാണ് മിൻഹനോട് പറഞ്ഞത്? 870 പെൻസിൽസ് പാക്ക് ചെയ്യാനാണ്. ഇൻ എ പാക്കറ്റ് ഓഫ് 100 and 10. ഷീ ഫിൽഡ് 7 packets of 100 and 8 packets of 10. How many did she pack in all? How many more are there to be packed? അപ്പോൾ എത്രയാണ് മിൻഹ പാക്ക് ചെയ്തത്? ഇനി എത്ര പാക്ക് ചെയ്യണം? അപ്പോൾ നമുക്ക് നോക്കി വെക്കാം. ഷീ ഫിൽഡ് 7 packets of 100 ആണ്. ആ 100 എത്ര വട്ടാണ്? 7 വട്ടം. അപ്പോൾ 100 പ്ലസ് 100 പ്ലസ് 100 പ്ലസ് 100 പ്ലസ് 100 പ്ലസ് 1 2 3 4 5 6 7. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 700 എന്ന് കിട്ടും. പിന്നെ എന്താ പാക്ക് ചെയ്ത്? 8 packets of 10. 8 packets of 10. അപ്പോൾ എന്താണ്? 10ൻ്റെ 8 packets അല്ലേ? അപ്പോൾ 10 പ്ലസ് 10 പ്ലസ് 10 പ്ലസ് 10 പ്ലസ് 10 പ്ലസ് 10 പ്ലസ് 10 1 2 3 4 5 6 7 8 പാക്കറ്റ്സ് 10ൻ്റെ. അപ്പോൾ അതെത്രയാണ്? 18 കിട്ടും. അപ്പോൾ ഇപ്പോൾ ടോട്ടൽ മിൻഹ പാക്ക് ചെയ്തത് എത്രയാണ്? 700 പ്ലസ് 80 വിച്ച് ഈസ് ഈക്വൽ ടു 780 ആണ്. മിൻഹയ്ക്ക് കൊടുക്കേണ്ടത് എത്രയാണ്? ഇത്രയാണ്. അപ്പോൾ മിൻഹടയിൽ ഇപ്പോൾ ഉള്ളത് ഇത്രയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ നിന്നും ഇത് കുറച്ചാൽ ഇനി എത്ര? ഹൗ മെനി മോർ ആർ ദർ ടു ബി പാക്ക്ഡ് എന്ന് ചോദിച്ചതിൻ്റെ ആൻസർ കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 870യിൽ നിന്ന് 780 നമ്മൾ മൈനസ് ചെയ്യണം. അപ്പോൾ അത് മൈനസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? മൈനസ് ചെയ്ത് നമുക്ക് 19 എന്ന് കിട്ടും. അപ്പോൾ ഇത്രയും മോർ പെൻസിൽസ് ഇനി മിൻഹ എന്ത് ചെയ്യണം? പാക്ക് ചെയ്യണം. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പാർട്ട് 1 വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്കി നമ്മൾ അടുത്ത വീഡിയോകളിൽ ഇടുന്നതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞത് കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.